ആളുകൾ പൊതുവെ പറയുന്ന ഒരു സാധനമാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു ക്യാൻസർ ആണെന്ന് പറയാറുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ എങ്ങനെയാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ മുകളിൽ നമുക്ക് കുറെ അസുഖങ്ങൾ വരുന്നുണ്ട്, നമുക്ക് ക്യാൻസർ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പല അസുഖങ്ങൾ വരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ നമ്മൾ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഈ ഒരു കൺസെപ്റ്റിനെ, മനുഷ്യ ശരീരത്തിനെ പ്രപഞ്ചമായിട്ടാണല്ലോ ഈ DP-കോളേജിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ മനുഷ്യന് വരുന്ന അസുഖങ്ങൾ ഇത് പ്രപഞ്ചത്തിനും ഭൂമിക്കൊക്കെ വരുന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റും എന്നാണ് താങ്കളുടെ അഭിപ്രായം? അതായത് പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാ ജീവികളും ജീവിക്കേണ്ടത് പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായിട്ടാണ്. പക്ഷെ ഇന്ന് നാം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവികളും ആ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ മാത്രം അതിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ട്, അതായത് ബുദ്ധി അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ടുള്ള കഴിവ്, നമ്മൾ ബുദ്ധി എന്ന് പറയണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതൊരു ബുദ്ധിയായിട്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ആ ഒരു വംശത്തിന് പുരോഗതി പ്രാപിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ അവൻ്റെ ഒരു ജീവിതം വളരെ ഉയർന്ന രീതിയിലേക്ക് ആക്കണം എന്നുള്ള പ്രതീക്ഷയിൽ പല പല കാര്യങ്ങളും കണ്ടെത്തുകയും പല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഭൂമി ശരീരത്തിലുള്ള മറ്റ് ഘടക വസ്തുക്കളായിട്ടുള്ള സകല ജീവികൾക്കും അത് ദോഷമായിട്ട് മാറണം. നമ്മൾ ഭൂമി കയ്യേറുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ മറ്റ് സകലമാന ജീവികൾക്കും ജീവജാലങ്ങൾക്കും അത് വളരെ ദോഷമായിട്ട് മാറുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ അങ്ങനെ ഒരു സ്വയം വളർച്ച പ്രാപിക്കുകയും മറ്റുള്ളവയെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് രക്താർബുദം എന്ന് നമ്മൾ പറയണത്. എന്നതുപോലെ ഭൂമിയാകുന്ന ശരീരത്തിലെ ഒരു രക്താർബുദാണുക്കളായിട്ട് മനുഷ്യൻ മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അതായത് ഭൂമിയുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ രക്താണു ആവേണ്ട മനുഷ്യനാണ്. അതെ, മനുഷ്യന്റെ ചുമതല അതാണ്. അതായത് നമ്മളിപ്പോൾ ചെടികൾ ഭൂമിയെ സംരക്ഷിക്കുന്നു, ആ ചെടികളെ മറ്റ് ജീവികൾ പല രീതിയിലും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ ഭൂമിയുടെ ശരീരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ ഒരു രീതിയാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ മനുഷ്യനെ ഒരു ചില വിശേഷ ബുദ്ധി അല്ലെങ്കിൽ പ്രത്യേകം ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങൾ പ്രവർത്തിക്കണ മാതിരിയുള്ള പ്രത്യേക ഒരു സംരക്ഷണമാണ് ഭൂമിക്ക് നമ്മൾ നൽകേണ്ടത്. ആ സംരക്ഷണം നൽകേണ്ട മനുഷ്യൻ അവൻ്റെ മാത്രം പുരോഗതി, അതായത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖജീവിതവും സൗകര്യങ്ങളും മാത്രം ലാക്കാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വേഗത്തിൽ. ഭൂമി എന്തായാലും അതിൻ്റെ ഒരു കാലപരിധിക്കുള്ളിൽ നശിക്കും. പക്ഷെ മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആ ഒരു കാര്യത്തിന് കൂടുതൽ വേഗത വരികയാണ്. നമ്മളിപ്പോൾ മനുഷ്യൻ തന്നെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ പുകവലിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന് ചില കേടുകൾ വരണ മാതിരി തന്നെ അല്ലെങ്കിൽ കേടുകൾ വരാൻ സാധ്യത കൂടുന്നത് പോലെ തന്നെ നമ്മുടെ പ്രവർത്തനം നമ്മുടെ പുരോഗതി മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുതിയത് കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിക്ക് വലിയ നാശം സംഭവിക്കുന്നുണ്ട്. ആ നാശം സംഭവിക്കാനുള്ള കാരണക്കാരനായിട്ടുള്ള ഒരു രോഗാണുമായിട്ടാണ് മനുഷ്യൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ. ഭൂമിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, പ്രപഞ്ചത്തിന് മൊത്തം അതൊരിക്കലും ബാധിക്കില്ല.